നമസ്കാരം. അഗോരവിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2026 വിഷുഫലത്തിൽ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കന്നിക്കൂറിൽ വരുന്ന ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരയുടെ ആദ്യ അരഭാഗം ചേർന്ന കന്നിക്കൂറുകാരുടെ ഫലം ആദ്യം പറയുകയാണെങ്കിൽ ഉത്രം, മുക്കാൽ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളെല്ലാം അനുകൂലമായി വരുന്നതായിരിക്കും. ജീവിതത്തിലുടനീളം പ്രതിസന്ധികൾ ഉണ്ടാവുമെങ്കിലും സാമ്പത്തിക ഞെരുക്കങ്ങൾ കുറഞ്ഞു കിട്ടുകയും ശ്രദ്ധയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമാകുന്നു. അതുപോലെ തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷക്കാലം ഏറ്റവും അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുക. എവിടെ ചെന്നാലും ഒരു ജീവിതത്തിലെ വിജയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉറപ്പുള്ളതായിരിക്കും. ഈ വർഷക്കാലം പല നാനാവിധത്തിലും ധനം വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത്തം നക്ഷത്രക്കാരുടെ വിജയത്തിലെത്തും. വിദ്യാഭ്യാസപരമായിട്ടും ഇവർക്ക് മുന്നേറ്റം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലും നല്ല ഒരു സമയമായിരിക്കും ഈ ഒരു വിഷുക്കാലം സമ്മാനിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക്. അതുപോലെ ചിത്ര നക്ഷത്രക്കാർക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. 11-ലെ വ്യാഴം ഇവർക്ക് അനുകൂലമാണ്. 6-ലെ രാഹുവും അനുകൂലമായിട്ട് നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം സാമ്പത്തിക ഭദ്രത ഇവർക്ക് ഉണ്ടാവുമെങ്കിലും ഇതിൽ 2 നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്തം ഒഴികെയുള്ള നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഇവർ സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. കാരണം ചില വാഹനം, അതുപോലെ വസ്തു, വീട് ഇതൊക്കെ വാങ്ങിക്കാനും അത് മോടി പിടിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയം വന്നു ചേരും ഇവർക്ക്. പക്ഷെ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായ ഡോക്യുമെന്റേഷൻ ചെയ്തതിന് ശേഷം മാത്രം കൈകാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കാൻ ഇടവരും എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ഇടയുണ്ട്. വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംസാരം വളരെ ചുരുക്കി കൊണ്ട് മുന്നോട്ട് പോവുക. അമിതമായ സംസാരം കൊണ്ട് വലിയ ശത്രുത വന്നു ചേരാൻ ഇടവരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര നക്ഷത്രക്കാരും ഉത്രം നക്ഷത്രക്കാരും. അത്തം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. എല്ലാം കൊണ്ടും നല്ലൊരു കെട്ടുറപ്പുള്ള സമയമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും സാമ്പത്തിക ഭദ്രതയും ഒരുമിച്ച് ചേരുന്ന ഒരു സമയമായിരിക്കും അത്തം നക്ഷത്രക്കാർക്ക്. പക്ഷെ ചിത്ര നക്ഷത്രക്കാരുടെ ജോലിയിലും വലിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഏത് സംരംഭം തുടങ്ങുമ്പോഴും അതിന് മുന്നോടിയായിട്ട് ഇവർക്ക് തടസ്സങ്ങൾ വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഗണപതി ഹോമം കഴിപ്പിക്കുകയും ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ അഘോര യന്ത്രം ഏലസായി നല്ലൊരു ആചാര്യനെ കൊണ്ട് ധരിപ്പിക്കുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.